ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, ആദ്യമായിട്ട് ഇപ്പോൾ ഒരു 24 വയസ്സായ ഒരു പയ്യൻ ജിമ്മിൽ പോയി പെട്ടെന്ന് എക്സർസൈസ് ചെയ്യുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇതൊരു സാധാരണ ഒരു എല്ലാ ആൾക്കാരുടെയും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലും വരുന്ന ഒരു സംശയമാണ്. അപ്പോൾ സാധാരണ ഇത് ഒരു ഹാർട്ട് അറ്റാക്ക് മുഖേനയാണ് ഇവർ മരിക്കുന്നത്, അതിന് യാതൊരു സംശയമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ ഹാർട്ട് അറ്റാക്ക് ജിമ്മിൽ വെച്ചുണ്ടായി അല്ലെങ്കിൽ പുറത്ത് വെച്ചുണ്ടായില്ല? അപ്പം ഈ മോസ്റ്റ് ഓഫ് ഇതുപോലെ ഈ പെട്ടെന്ന് ഒരു ജിമ്മ് ജോയിൻ ചെയ്ത് സഡനായിട്ട് ഒരു വിഗറസ് എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും മെജോറിറ്റി ഇങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ ഒരു പ്രീ ഓപ്പറേറ്റീവ് പ്രീ എക്സസൈസ് ഒരു റിവാലുവേഷൻ അവർ ഒരിക്കലും ചെയ്ത് കാണത്തില്ല. അവർക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ള ഒരു ഇവാലുവേഷനും ചെയ്യാതായിരിക്കും സഡനായിട്ട് ഒരു ദിവസം പോയി ഒരു ട്രെഡ്മില്ലിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ നടക്കുക, വെയിറ്റ് എടുക്കുക. അങ്ങനെയാണ് പലർക്കും ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. രണ്ടാമത്, നമ്മളിപ്പോൾ ഒരു പ്രഷറുള്ള ഒരു വ്യക്തി പെട്ടെന്ന് പോയി ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ഈ പ്രഷർ ഒരു 3 times 4 times കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ അതാണ് ഈ ഹാർട്ട് അറ്റാക്കിനെ ചിലപ്പോഴും ട്രിഗർ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഓൾറെഡി ഒരു ഡീഹൈഡ്രേറ്റഡ് പേഷ്യൻ്റ് ആണ്. ഇപ്പോൾ ശരീരത്തിലുള്ള ഉപ്പ് സത്തുകളെല്ലാം പോയതിന് ശേഷം അപ്പോൾ പോയി എക്സസൈസ് ചെയ്യുമ്പോൾ ഈ പൊട്ടാഷ്യം കുറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു അരിത്മിയ, അതായത് ഒരു ഹൃദയത്തിൻ്റെ താളത്തിൽ വരുന്ന ഒരു വ്യതിയാനം വന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ജിമ്മിലൊക്കെ വെച്ച് നമ്മൾ കാണുന്നത്. പിന്നെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് യൂസ്ഡ് അല്ലാത്തൊരു വ്യക്തി പെട്ടെന്നൊരു എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ഓക്സിജന്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ് ഈ ഹാർട്ടിന്. അപ്പോൾ അത് മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ചിലപ്പോൾ ആ വ്യക്തികളിൽ കാണത്തില്ല. 24 വയസ്സിൽ പ്രോബ്ലി ആദ്യമായിട്ടായിരിക്കും എക്സസൈസ് ചെയ്യുന്നത്. സോ അങ്ങനെ അത് യൂസ്ഡ് അല്ലാത്ത ഒരു ഹാർട്ടിൽ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വരികയും കുഴഞ്ഞു, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണുന്ന ഈ കുഴഞ്ഞു വീഴുന്ന മരിക്കുന്ന വ്യക്തികളിൽ നമ്മൾ പറയാവുന്ന റീസൺസ്. രണ്ടാമതായിട്ട് പേഷ്യൻസ് വന്ന് ചോദിക്കുന്നത്, ഇപ്പൊ ഈയിടയ്ക്കായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ കോവിഡ് വാക്സിൻ എടുത്തത് കൊണ്ടാണോ ഈ യങ്സ്റ്റേഴ്സിൽ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ICMR ഒരു പഠനം നടത്തിയതിൽ ഇതൊരു റീസണേ അല്ല എന്നുള്ളത് വളരെ അസന്നിഗ്ധമായി അവർ പറയുന്നുണ്ട്. കോവിഡ് വാക്സിൻ കാരണമല്ല ഈ മധ്യവയസ്സായ ആൾക്കാർ ഹൃദയാഘാതം വരുന്നതെന്നുള്ളതിന് കാരണമല്ല. സോ അത് വളരെ കാറ്റഗോറിക്കലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് പഠനങ്ങൾ മുഖേന. പഠനം ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കോവിഡ് കാലത്ത് ഈ വാക്സിൻ കഴിഞ്ഞിട്ട് അറ്റാക്ക് നമ്മൾ കാണുമായിരുന്നു. അപ്പോൾ ഈ അറ്റാക്ക് വരുന്നത് സാധാരണ ഈ ഫസ്റ്റ് ഡോസ് വാക്സിനിൽ സാധാരണ നമ്മൾ കാണാറില്ലായിരുന്നു. ഈ സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കുമ്പോഴായിരുന്നു ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതായിട്ട് നമ്മൾ കാണും. അപ്പോൾ ഈ ത്രോംബോസിസ്, ഈ കൊറോണറി ആർട്ടറി, അതായത് രക്തധമനിയിൽ വരുന്ന ഒരു ത്രോംബോസിസ് കാരണമാണ് ഇത് വരുന്നതെന്നാണ് അവരുടെ ഒരു പഠനം പറയുന്നത്. പക്ഷേ ഈ വാക്സിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 കോടി ജനങ്ങൾക്ക് കോവിഡ് വന്നു, അതിൽ 1 കോടി ആൾക്കാർ മരിച്ചു. 6 കോടി ആൾക്കാരെ രക്ഷപ്പെടുത്തിയതിൽ പ്രോബബ്ലി ഒരു 1000-1500 പേർക്ക് ഈ കൊറോണറി ഇവന്റ് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നു. പക്ഷെ അത് വളരെ നെഗ്ലിജിബിൾ ആണ്. 6 കോടി ജനങ്ങൾ രക്ഷപ്പെട്ടപ്പോൾ മരണത്തിൽ നിന്ന് ഒരു 1500-2000 പേർക്ക് ഇത് കൊറോണറി ഇവന്റ് വന്നു എന്ന് പറയുന്നത് ഇതൊക്കെ വെറുതെ ഒരു ന്യൂസിന് വേണ്ടി അടിച്ചിറക്കുന്ന ഓരോരോ ന്യൂസുകളാണ്.